മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറുടെ നെഞ്ചത്തേക്കാണ് ഓടിക്കയറിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേയനെയും തിരുവനന്തപുരം മേയറുടെ ഇമേജിനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കണമെന്നാണ് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളുടെയും അജണ്ട എന്ന് പറയുന്നത്. മേയറുടെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ലഭിക്കുന്നു. അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പൊ മാധ്യമങ്ങൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെ. അപ്പോ ഈ ഓട്ടത്തിനിടയിൽ ചില നീലക്കുറുക്കന്മാർ കൂവിപ്പോകുന്നുണ്ട്. ഈ നീലക്കുറുക്കൻ കൂവിപ്പോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. വലിയ ബുദ്ധിമുട്ടാണ്. അത് ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ ഇടത് സൈഡിലുള്ള മതിലിനെ പൊളിച്ചിട്ട് ഒരു മാസക്കുള്ള പണി നടക്കുക. പക്ഷെ അത് കെട്ടിയിരുന്ന ഇത്രയും വെള്ളപ്പൊക്കം വരത്തില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് കോർപ്പറേഷൻ അനാസ്ഥ തന്നെ. അവിടെ പോയാൽ കാണാൻ പറ്റും. അവിടെ ഫുള്ള് മതിൽ പൊളിച്ച ആ കട, ആ സ്ത്രീശക്തിയുള്ള കടയിലൊക്കെ വെള്ളം കയറി കുറെ നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേയറൊന്നും ശ്രദ്ധിച്ചിരുന്ന ഇത്രയും വരത്തില്ലായിരുന്നു. ഇവിടെയും സർക്കാർ ഭരിച്ചിരുന്നു. ഞാൻ CIT കാരനായിട്ട് പറയുന്നതല്ല, ഭരിച്ചിരുന്നു. പക്ഷെ ഇത്ര ഗതികേട് വന്നിട്ടില്ല. മാറാത്തത് മാറുമെന്ന് പറഞ്ഞ് കയറി ഇപ്പൊ നാറാത്തത് നാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? ചില ആളുകൾ അറിയാതെ തനി സ്വഭാവം താൻ എവിടെയാണ് എന്നങ്ങ് വിളിച്ചു പറഞ്ഞു പോകും. ഞാൻ CIT കാരനാണ്, ഞാൻ CPM കാരനാണ്, ഞാൻ പാർട്ടിക്കാരനാണ് എന്ന് ഈ വ്യക്തി എടുത്തു പറയാം. എന്നിട്ട് ഇവരാണ് പറയുന്നത് മേയർ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എവിടെയുണ്ട് CIT കാർ, എവിടെയുണ്ട് CPM കാർ, എവിടെയുണ്ട് CPM അനുഭാവികൾ, എവിടെയുണ്ട് കോൺഗ്രസ്സുകാർ, എവിടെയുണ്ട് കോൺഗ്രസ് അനുഭാവികൾ എന്ന് ഓടി നടന്ന് മേയർക്കെതിരെ എന്തെങ്കിലും ഇതുപോലെ പറയിപ്പിക്കുക. അതിൽ ചില ആളുകൾ അറിയാതെ സത്യം എടുത്തങ്ങ് പറഞ്ഞു പോവുക. അതാണ് നമ്മളിവിടെ കൊടുത്ത ഉദാഹരണം. സകലരും തിരിച്ചറിയുക. മേയർ വളരെ വലിയ രീതിയിൽ കോർപ്പറേഷനിൽ സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ഗുണങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയാ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് കണ്ട് കണ്ണ് പിടിക്കാഞ്ഞിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മേയർക്കെതിരെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. അരുണൊക്കെയുണ്ട്, രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ചാടി വീയാണ് മേയർക്കെതിരെ. ഈ അരുണിനൊന്നും ഒരു ഉളുപ്പില്ലേ? നിങ്ങളുടെ പാർട്ടിയല്ലേ കഴിഞ്ഞ കുറെ കാലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്? നിങ്ങളുടെ പാർട്ടിയല്ലേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളം ഭരിച്ചിരുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനും കേരള സർക്കാരും കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന മുട്ടറ്റം വെള്ളം വരുന്ന, ഒരു മഴ പെയ്യുമ്പോഴേക്ക് മുട്ടറ്റം വെള്ളം വരുന്ന വിഷയം എന്നേ തീരുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഉളുപ്പില്ലാതെ ഈ അരുണിന്റെ ഒക്കെ നേതൃത്വത്തില് വലിയ രീതിയിൽ ജനങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നു, ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നിങ്ങളുടെ പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുക. അതേ സമയത്ത് CPM തന്നെയായിരുന്നു കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. നിങ്ങൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ അരുണും അരുണിന്റെ പാർട്ടിയും കൂടെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടായിരുന്നോ? എത്ര പതിറ്റാണ്ടായിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഇത് കോർപ്പറേഷൻ ഇടപെട്ടാണ് ഇതങ്ങ് പൂർണ്ണമായിട്ട് തീർക്കുക. ഇതൊക്കെ മലയാളികൾ വിവേകത്തോടു കൂടി ചിന്തിക്കില്ല. അരുണെ, ലേശമൊക്കെ മാന്യതയൊക്കെ ആവാം. നിങ്ങൾ പാർട്ടി അടിമയാണ് എന്നുള്ളതൊക്കെ സകല മലയാളികൾക്കും അറിയാം. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ എന്റെ പാർട്ടി ആയിരുന്നല്ലോ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്നത്, അതേസമയം എന്റെ പാർട്ടി തന്നെയായിരുന്നല്ലോ കോർപ്പറേഷനും ഭരിച്ചിരുന്നത്, ഈ വിഷയം നടന്നിട്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടായല്ലോ, എന്നിട്ട് ഇപ്പോഴും ഇത് തീരാത്തത് എന്റെ തലയിലേക്ക് തന്നെ വരുമല്ലോ എന്നൊന്ന് ചിന്തിച്ചുകൂടെ? ഇതുമായി ബന്ധപ്പെട്ട് മേയർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. മേയർ എന്താണ് ചെയ്തിരുന്നത്, അതായത് കോർപ്പറേഷൻ എന്തൊക്കെ ചെയ്തു അദ്ദേഹം പറയുന്ന ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തു, ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകരും ഈ സമയം വരെ പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പല അശാസ്ത്രീയമായ പതിറ്റാണ്ടുകളുള്ള അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ കൊണ്ട് സംഭവിച്ചാണ്. നമുക്കിത് ചാനൽ ചർച്ചയിലൂടെയോ ഒരു ഒറ്റ നിമിഷം കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ പരിഹരിക്കാൻ ആത്യന്തികമായ മെക്കാനിസം ഉണ്ട്. ഞാൻ മുതിർന്ന ഇവിടെയൊക്കെ തന്നെ ഇക്കാര്യം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിച്ചിട്ട് പ്രോജക്റ്റ് പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ 2 നദികൾ, ആമേഴഞ്ചാന്തോട്, പാർവതിപുത്തൻ, ഇത് പൂർണ്ണമായും ജലസേചന വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള നദികളാണ്. ഈ 2 നദികളെയും വേസ്റ്റ് ജനങ്ങൾ വലിച്ചെറിയാത്ത രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് അതിന് മുകളിൽ സ്ലാബ് എന്തെങ്കിലും ഇട്ട് റീറ്റെയിനിങ് വാൾ കെട്ടി
ഒരു തവണ നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകളിൽ സ്ലാബ് വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അതിന് കോർപ്പറേഷൻ മുൻകൈ എടുക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഉൾപ്പെടെ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി ഫണ്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ വിദഗ്ധ ഉപദേശം വേണം. നമ്മളൊരു 6 മാസം മുതൽ ഒരു 8-9 മാസം വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴേക്ക് സൂചിപ്പിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഇന്നലെ പെയ്ത മഴയത്ത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള ഒരു ഓടയിൽ വെള്ളം കയറിയില്ല. ഞങ്ങൾ 1.5 മാസം മുൻപ് തന്നെ ഏകദേശം 2 കോടി രൂപ എല്ലാ വാർഡുകളിലുമായി മുടക്കി കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയുള്ള എല്ലാ ഓടകളും വൃത്തിയാക്കി. ആ ഒരു ഓടയിൽ ഞാൻ എല്ലാ വാർഡിലും വിളിച്ചു. പല വാർഡുകളിലും മുൻപത്തേക്കാൾ വളരെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഓടയിൽ വെള്ളം കയറിയിട്ടില്ല. ആമേഴഞ്ചാൻ തോടും പാർവതി പുത്തനാറിലുമുള്ള വെള്ളമാണ് നഗരത്തിലെ പല ഭാഗത്തും കയറുന്നത്. ഇതിന് മുകളിൽ കുറച്ച് ഉണ്ടായിരുന്ന മാലിന്യം ഞങ്ങൾ മാറ്റി. പക്ഷേ അതിനുശേഷം എല്ലാ ദിവസവും ജനങ്ങൾ അവിടെ എവിടെയും ചപ്പുചവറുകൾ കൺട്രോളില്ലാതെ വലിച്ചെറിയുന്ന കുറച്ച് പ്രശ്നമുണ്ട്. ഞാനത് അഡ്മിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഞങ്ങൾ മാറ്റിയപ്പോൾ തന്നെ ഈ ആമേഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും ജലസേചന വകുപ്പിൻ്റെതാണെങ്കിലും കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ മാറ്റി. 160 ലോഡ് മണ്ണാണ് ഞങ്ങൾ മാറ്റിയത്. വർഷങ്ങളായി അടിഞ്ഞു കിടക്കുന്നത്. ഇത് അവർ മാറ്റേണ്ടതായിരുന്നു. ഇനി ഒരു കാരണവശാലും ഈ വകുപ്പുകളുടെ ഏകോപനമില്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. എല്ലാ കൊല്ലവും കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി ചിലവഴിക്കാറുണ്ട്. ഒരുപാട് മനുഷ്യശേഷി വിനിയോഗിക്കാറുണ്ട്. എങ്കിലും പഴി ബാക്കി പ്രശ്നം പരിഹരിക്കപ്പെടില്ല. പക്ഷേ അതിന് ഇത്തവണ മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയും. ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് കാരണം ഈ വകുപ്പുകൾ ജലസേചന വകുപ്പിനെ ഞങ്ങൾക്ക് ഇത് 9 വകുപ്പുകൾ ചേരുന്നുണ്ട്. 8-9 വകുപ്പ്. റെയിൽവേക്ക് സ്ഥലമുണ്ട്, അവിടെ ക്ലീൻ ചെയ്യാറില്ല അവർ. അതുപോലെ തന്നെ KRF നിർമ്മിച്ച റോഡുകളിൽ വെള്ളം കെട്ടുന്നുണ്ട്. PWD NHAയുടെ റോഡുകളിൽ വെള്ളം കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, അവർക്ക് ചില നദികളുണ്ട്, അതിൽ അവർ ശുചീകരണം നടത്താം. അപ്പോൾ 7-8 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യേണ്ട കാര്യം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെതായ പ്രതിസന്ധിയുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, അരുൺ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ മേയറുടെ നെഞ്ചത്തെ കോടിക്കയറുന്ന സകല മാധ്യമ പ്രവർത്തകരോ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണോ? തിരുവനന്തപുരം മേയർ VV രാജേഷ് വ്യക്തമായിട്ട് പറയുന്നു, ഈ വെള്ളക്കെട്ട് പ്രശ്നമൊക്കെ പരിഹരിക്കാനുള്ള വ്യക്തമായ പ്ലാൻ എൻ്റെ കയ്യിലുണ്ട്, ഇതിന് ഞങ്ങൾ മുൻകൈ എടുക്കാൻ തയ്യാറാ. പക്ഷെ കേരള സർക്കാർ ഇതിനോട് സഹകരിക്കണം. ഒരുപാട് വകുപ്പുകൾ ഇതിനോട് സഹകരിച്ചാലേ ഈ പദ്ധതി പൂർത്തിയാവോ. ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാമെന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറഞ്ഞത് അരുണൊക്കെ കേട്ടിട്ടുണ്ടോ? ഇത് മലയാളികൾ ഇതൊക്കെ വിവേകത്തോടു കൂടി തന്നെയാ ചിന്തിക്കുന്നത്. VV രാജേഷ് രംഗത്തെത്തിയിട്ട് സകല മാധ്യമങ്ങളോട് പറയുന്നു, ഇതിന് പദ്ധതിയുണ്ട്, ഇതിന് പ്ലാൻ ഉണ്ട്, ഇതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സഹകരിക്കാണ് വേണ്ടത്. സകല വകുപ്പുകളും ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ ഇത് എന്താണോ കോർപ്പറേഷന് ചെയ്യാൻ സാധിക്കുക അത് ഞങ്ങൾ ചെയ്യാമെന്ന VV രാജേഷ് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. ഇത് ഞങ്ങളൊന്നും ചെയ്യില്ല, ഇതൊക്കെ കേരള സർക്കാരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേയർക്കെതിരെയും സംസാരിക്കാം. അങ്ങനെയല്ല മേയർ പറയുന്നത്. പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ട്, ഇതൊന്ന് സഹകരിക്കണം, കേരള സർക്കാർ ഒപ്പം നിൽക്കണം. ഇതൊക്കെ മലയാളികൾ കേൾക്കുക. 160-ലധികം വേസ്റ്റ് ഉൾപ്പെടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓടയിൽ നിന്നൊക്കെ. അവിടെയൊക്കെ ക്ലീൻ ആണ്. അവിടെയൊക്കെ പോയിട്ട് അരുണൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് അവിടെ പ്രശ്നമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യൂ. അതൊക്കെ കേൾക്കുമ്പോഴല്ലേ ഇതൊരു മാധ്യമ പ്രവർത്തനമാണ് എന്ന് തോന്നുകയെങ്കിലും ചെയ്യാ. ഇത് അരുണൊരു പാർട്ടിക്കാരനെ പോലെ ഏത് വിധേന നമ്മുടെ മാധ്യമങ്ങൾ UDF-നും LDF-നും വേണ്ടി വലിയ പണിയാണ് നമ്മുടെ കേരളത്തിൽ എടുക്കുന്നത്. മേയറുടെ ഇമേജ് തകർക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഇത് തകർത്താലേ BJPയുടെ വളർച്ച കേരളത്തിൽ ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ഈ പറയുന്ന 4 മാസം കൊണ്ട് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. അതിന് കേരള സർക്കാർ ഒന്നൊപ്പം നിന്നാൽ മാത്രം മതി. ഈ പ്രമുഖ മാധ്യമങ്ങളോടൊക്കെ പറയാൻ മലയാളികൾ വിഡ്ഢികളൊന്നുമല്ല, വിവേകത്തോടു കൂടി തന്നെയാ ചിന്തിക്കുന്നത്. ഇനി കേരള സർക്കാർ, ഇന്ന് UDF സർക്കാർ ഇതിനോടൊന്നും സഹകരിക്കുന്നില്ലെങ്കിൽ ആ പറയുന്ന UDF സർക്കാരിന് പകരം ഇവിടെ BJP സർക്കാർ വരും. കാരണം ഇവിടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് തലസ്ഥാന നഗരിയിലെ പ്രശ്നം പോലും ഇവിടെ ഇടതോ വലതോ പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്ത് കോപ്പാണ് ഇത്രയും കാലം നമ്മുടെ കേരളത്തിൽ ചെയ്തത്?